Hello friends, welcome to topperzworld. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ 3rd യൂണിറ്റ് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ 3rd യൂണിറ്റ് ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഒരു ബേർഡിനെ പേപ്പർ വെച്ചിട്ട് ഒരു ബേർഡിനെ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ബേർഡിനെ ഉണ്ടാക്കുക. നമുക്കിപ്പോൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എ സൂത്തിങ് സോങ്. In Russia, there lived a rich merchant. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan toil from dawn to dusk. Ivan had no time to rest. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ പറയുന്നത്? നമ്മൾ ഇതിലെ ക്യാരക്ടറിന്റെ പേരെന്താ? നമ്മുടെ ചാപ്റ്ററിലെ കുട്ടിയുടെ പേര്, മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് ഇവാൻ. ഇവാൻ എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. അപ്പോ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഈ കുട്ടിയാണ് ഇവാൻ. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ സൂത്തിങ് സോങ് അല്ലെ? എന്താ സൂത്ത് ചെയ്യുക പറഞ്ഞ എന്താണ്? സാന്ത്വനിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് സൂത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥ നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഓക്കെ, റഷ്യയില് ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. മെർച്ചന്റ് എന്ന് വെച്ചാൽ എന്താണ്? കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി എന്നാണ് പറയുക. അപ്പൊ ഒരു നല്ല കാശുള്ള റിച്ച് ആയിട്ടുള്ള ഒരു മെർച്ചന്റ് ഉണ്ട്. He had a servant, a bright and brave boy called Ivan. അപ്പൊ ഇവൻ ആരാണ് അവിടുത്തെ? ഇവൻ നമ്മുടെ ഈ റിച്ച് മെർച്ചന്റിന്റെ സെർവന്റ് ആണ്. സെർവന്റ് എന്ന് വെച്ചാൽ എന്താ? ജോലിക്കാരൻ അല്ലെ? അപ്പൊ ഇവൻ എങ്ങനെയാണ്? വളരെ ബുദ്ധിയും അതുപോലെ തന്നെ കാഴ്ചയില് ഭംഗിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഇവാൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മെർച്ചന്റ് എങ്ങനെയാണ്? നമ്മുടെ ഈ വ്യാപാരി, അതായത് നമ്മുടെ ഈ റിച്ച് മെർച്ചന്റ് എങ്ങനെയാണ്? ഒരു ക്രൂവൽ ആയിട്ടുള്ള മാൻ ആണ് അല്ലെ? ക്രൂവൽ എന്ന് വെച്ചാൽ എന്താ? ദുഷ്ടനായ മനുഷ്യനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? അയാൾ എന്ത് ചെയ്യും? ഇവനെ വളരെ, അതായത് പ്രഭാതം തൊട്ട് രാവിലെ തൊട്ട് സന്ധ്യ വരെ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് വളരെയധികം എന്ത് ചെയ്യിപ്പിക്കും? ജോലി ചെയ്യിപ്പിക്കും അല്ലെ? അധ്വാനിപ്പിക്കും. ടോയിൽ എന്ന് വെച്ചാൽ എന്താ? അധ്വാനിപ്പിക്കുക. അതുപോലെ ഡൗൺ ടു ഡസ്ക് എന്ന് വെച്ചാല് രാവിലെ മുതൽ, പ്രഭാതം മുതൽ സന്ധ്യ വരെ എന്ത് ചെയ്യും? നമ്മുടെ ഇവന് റെസ്റ്റ് ഒന്നും കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഇവന് റെസ്റ്റ് ഒന്നും കൊടുക്കില്ല, റെസ്റ്റ് ഇരിക്കാൻ ടൈം ഒന്നും കൊടുക്കില്ല. ഓരോ ജോലികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലെ നമ്മുടെ ക്യാരക്ടറിന്റെ പേരെന്താണ്? നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് ഇവാൻ. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കൂ. Tired after heavy work, Ivan would lie on his bed. Then a nightingale would start singing sweet songs to him. Every night the nightingale used to sing for him. He could never see the nightingale as it was dark outside, but its song soothed him to sleep. അപ്പൊ എന്തായിരിക്കും? ഇവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെയേറെ ജോലികൾ ചെയ്ത് ടയേർഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? രാത്രി ഉറങ്ങാൻ വരിക അല്ലെ? അപ്പൊ എന്നും ഉറങ്ങാൻ വരുന്ന സമയത്ത് ഇവൻ കേൾക്കാറുണ്ട്? ഒരു നൈറ്റിംഗേലിന്റെ സോങ് കേൾക്കാറുണ്ട്. അപ്പൊ നൈറ്റിംഗേൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു പക്ഷിയുടെ പേരാണ്. പക്ഷിനെ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക അറിയോ? രാപ്പാടി എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ രാക്കുയിൽ, രാപ്പാടി എന്നൊക്കെ പറയുന്നത് നൈറ്റിംഗേലിന്റെ പേരാണ്. അപ്പൊ ബേർഡ് എന്താ ചെയ്യുക? സിങ് ചെയ്തുകൊണ്ടിരിക്കും, നല്ല സ്വീറ്റ് സോങ് പാടിക്കൊണ്ടിരിക്കും. അവൻ എന്ത് ചെയ്യും? എല്ലാ നൈറ്റിലും ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ സോങ് കേൾക്കുന്നുണ്ട്. എവറി നൈറ്റ് ദ നൈറ്റിംഗേൽ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. ഹി കുഡ് നെവർ സീ ദ നൈറ്റിംഗേൽ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. അപ്പൊ പുറത്തുനിന്നാണ് നൈറ്റിംഗേൽ സോങ് കേൾക്കുക. ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ നൈറ്റിംഗേലിനെ ഇവൻ കണ്ടില്ല. കാരണം എന്താണ്? പുറത്ത് മുഴുവൻ രാത്രി ആയതുകൊണ്ട് ഇരുട്ടാണ് അല്ലെ? പക്ഷെ നമ്മുടെ ഇവാൻ വളരെ ടയേർഡ് ആയിട്ട് വരുമ്പോ നമ്മുടെ നൈറ്റിംഗേലിന്റെ സോങ് അവൻ എന്ത് ചെയ്യും? വളരെയേറെ സാന്ത്വനിപ്പിക്കും, അല്ലെങ്കിൽ അവന് വളരെ റിലാക്സ് ആക്കിയിട്ട് അവനെ ഉറങ്ങാൻ സഹായിക്കും അല്ലെ ആ പാട്ട്. But what a lovely song. How beautifully it sings. But what is the meaning of its song? I wish I could understand the language of birds. Even would think. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എത്ര മനോഹരമായ പാട്ടാണ്, എത്ര വളരെ നല്ല പാട്ട് അല്ലെ? കേൾക്കാൻ നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എന്താ അവൻ ചിന്തിക്കുന്നത്? ഈ പാട്ട് എന്തായിരിക്കും? ഇതിന്റെ മീനിങ് എന്തായിരിക്കും? അതായത് ആ ബേർഡ് പാടുകയാണ് അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? പെട്ടെന്ന് അവനൊരു ആഗ്രഹം തോന്നി. എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? എന്താ? അവന് ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിക്കണം, ബേർഡ്സിന്റെ ഭാഷ അറിയണം എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവൻ അത് എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും അത് പഠിക്കണം എന്ന് അവൻ ചിന്തിക്കുകയാണ്. Why did Ivan wish to understand the language of birds? എന്തുകൊണ്ടായിരിക്കും അവൻ ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിക്കണമെന്ന് ചിന്തിക്കാൻ കാരണം എന്താ? Because he want to know the meaning of the nightingale song. നൈറ്റിംഗേൽ പാടുന്ന പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് അവൻ അറിയണം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിക്കണമെന്ന് വിചാരിക്കുന്നത്. Have you ever listened to the song of a nightingale? നിങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ നമ്മൾ ഈ പക്ഷിയുടെ പറയില്ലേ, ഇവിടെ നൈറ്റിംഗേൽ എന്ന് പറയില്ല, ഈ നൈറ്റിംഗേലിന്റെ സോങ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ. കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. നെക്സ്റ്റ് പേജ് നോക്കൂ. എന്ത് സംഭവിച്ചു? ലിറ്റിൽ ബേർഡീസ്.
One day the merchant sent Ivan to the forest to fetch firewood. Soon the winds rose, the sky became clouded, then lightning flashed, the thunder roared loudly, and the rain fell heavily. Ivan soon ran to the shelter of a large tree. He saw a big nest on one of its branches. 4 small birds were there in the nest, and there was no one to protect them from the wind and rain. Ivan felt pity to them. He climbed the tree and covered the little ones with his clothes. When the thunderstorm was over, the mother bird came back. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ദിവസം നമ്മുടെ മെർച്ചന്റ്, നമ്മുടെ വ്യാപാരി എന്ത് ചെയ്യാണ്? ഇവാനെ കാട്ടിലോട്ട് അയക്കുകയാണ് അല്ലെ. കാട്ടിലേക്ക് എന്തിനാണ് അയക്കണത്? കുറച്ച് ഫയർവുഡ്, കത്തിക്കാൻ വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വിറക് ശേഖരിക്കാൻ വേണ്ടി ഇവാൻ എന്ത് ചെയ്തു? കാട്ടിലോട്ട് അയച്ചു. അങ്ങനെ നമ്മുടെ ഇവാൻ ഫോറസ്റ്റിൽ എത്തുകയാണ്. പെട്ടെന്ന് എന്ത് സംഭവിക്കുകയാണ്? കുറെ നേരം കഴിഞ്ഞപ്പോ കാറ്റൊക്കെ വളരെ ശക്തമായി അടിക്കാൻ തുടങ്ങി. ആകാശം മുഴുവൻ എന്ത് ചെയ്തു? കാർമേഘങ്ങളാൽ നിറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇടിയും മിന്നലോടും കൂടി നല്ല മഴ വരികയാണ്. ഓക്കെ, ലൈറ്റ്നിങ് ഫ്ലാഷ്, ദ തണ്ടർ റോറിഡ് ലൗഡ്ലി, വളരെ ഇടിമുഴക്കത്തോടു കൂടെ മഴ വന്നു. വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു പെയ്യാൻ തുടങ്ങിയത്. അപ്പൊ പെട്ടെന്ന് ഇവൻ എന്ത് ചെയ്യാണ്? ഒരു വലിയൊരു മരത്തിന്റെ അടിയിൽ പോയി നിൽക്കണം, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലാർജ് ട്രീന്റെ അടിയിൽ പോയിട്ട് അവൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ എന്ത് കാണുന്നത്? ഒരു ബ്രാഞ്ചില് ഒരു വലിയൊരു കിളിക്കൂടി ഇരിക്കുന്നു, ഒരു ബിഗ് നെസ്റ്റ് ഇരിക്കുന്നു. അതിൽ എന്തുണ്ട്? 4 കിളിക്കുട്ടികളുണ്ട്. പക്ഷെ ആ കിളിക്കുട്ടികൾ എന്ത് ചെയ്യും? മഴ നനയാണ് അല്ലെ. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ, ആ കാറ്റിന്ന് മഴയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മദർ ബേർഡ് ഒന്നും ഇല്ല, ആരും തന്നെ അവിടെ ഇല്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്? ഇവൻ ആ മരത്തിലേക്ക് കയറി, മരത്തിന് മേലെ കയറി, അവന്റെ കയ്യിലുള്ള അവന്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ആ ബേർഡീസിനെ പ്രൊട്ടക്ട് ചെയ്യണം, മഴ നനയാതെ രക്ഷിച്ചു. കുറെ നേരം കഴിഞ്ഞു, നമ്മുടെ ഇടിയും മിന്നലൊക്കെ നിന്നു. അപ്പൊ നമ്മുടെ മദർ ബേർഡ് തിരിച്ചു വരികയാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ബേർഡീസ് എന്ന് പറഞ്ഞാൽ കിളിക്കുട്ടികളെ പറയുന്നതാണ്. അപ്പൊ വാട്ട് വുഡ് ദ മദർ ബേർഡ് ഡു? അപ്പൊ എന്തായിരിക്കും? മദർ ബേർഡ് കാണുകയാണ് നമ്മുടെ ഇവൻ നമ്മുടെ ഈ 4 ബേർഡീസിനെ പ്രൊട്ടക്ട് ചെയ്ത് 4 കിളിക്കുട്ടികളെയും നമ്മുടെ മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെ. അപ്പൊ ഇത് നമ്മുടെ മദർ ബേർഡ് അറിയുകയാണ്. അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവുക? The teaching bird. Thank you, Ivan. You protected my little children from cold and rain, and I wish to do something for you. Tell me what I can do for you. അപ്പൊ എന്താ നമ്മുടെ ഇവാന്റെ അടുത്ത് നമ്മുടെ മദർ ബേർഡ് എന്ത് പറഞ്ഞു? താങ്ക് യു പറഞ്ഞു അല്ലെ. ഈ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും എന്റെ ചിൽഡ്രൻസിനെ, എന്റെ കുട്ടികളെ രക്ഷിച്ചതിന് താങ്ക്സ് പറയാണ്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഞാൻ എന്താണ്, പറയൂ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എന്താണ്, എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ എന്ന് നമ്മുടെ മദർ ബേർഡ് നമ്മുടെ ഇവാനോട് ചോദിക്കുകയാണ്. ഇവൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഇവൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്. Will you teach me your language, the language of birds? അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒരു ബേർഡ് സംസാരിക്കുകയാണ് അല്ലെ. ബേർഡ് നമ്മൾ സംസാരിക്കുന്ന അതേ ഭാഷയിൽ ഒരു ബേർഡ് സംസാരിക്കുന്നത് കേട്ടപ്പോ ഇവന് വളരെയധികം സർപ്രൈസ് ആയി. അപ്പൊ ഇവൻ പറയുകയാണ്, നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയാം അല്ലെ, നിനക്ക്, കാരണം ഈ ബേർഡിന് ഇവന്റെ ലാംഗ്വേജ് അറിയാം. അപ്പൊ നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയാം, നീ നിന്റെ ഭാഷ, ബേർഡ്സിന്റെ ലാംഗ്വേജ് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് നമ്മുടെ ബേർഡിനോട് ഇവൻ ചോദിക്കുകയാണ്. Stay with me for some days and you shall know it as we do. Ivan remained in the forest for a few days. He learned the language of birds from the mother bird. Ivan returned home happily. അപ്പൊ എന്ത് പറഞ്ഞു? നമ്മുടെ മദർ ബേർഡ് സമ്മതിച്ചു അല്ലേ. എന്താ പറഞ്ഞത്? നീ കുറച്ചു നാള് ഞങ്ങളുടെ കൂടെ കഴിയാൻ പറയണം, അതായത് നമ്മുടെ ഫോറസ്റ്റിൽ തന്നെ തങ്ങാൻ പറയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം? എനിക്കറിയുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് നമ്മുടെ മദർ ബേർഡ് സമ്മതിച്ചു. ആൻഡ് അതുപോലെ തന്നെ ഇവൻ എന്ത് ചെയ്തു? ഫോറസ്റ്റിൽ കുറച്ചു നാൾ തങ്ങി. അങ്ങനെ നമ്മുടെ മദർ ബേർഡിൽ നിന്നും നമ്മുടെ ഇവൻ എന്ത് ചെയ്തു? ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടു കൂടെ ഇവൻ തിരിച്ചു പോവാണ്. എങ്ങോട്ടാ പോണത്? നമ്മുടെ റിച്ച് മെർച്ചന്റ് അടുത്തോട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എത്ര ഭാഷ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എത്ര ലാംഗ്വേജ് അറിയാം? 2 or 3 or 1 or എത്രയാണെന്ന് വെച്ചാൽ നമ്പർ ഇവിടെ എഴുതുക. ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? ഹൗ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളെ നമ്മുടെ പെറ്റ്സിന്റെ അടുത്ത് സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് സംസാരിക്കുക? നിങ്ങൾ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ലെ എങ്ങനെയായിരിക്കും? ത്രൂ ആക്ഷൻസ് ആൻഡ് മേക്കിംഗ് സൗണ്ട്സ് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പെറ്റ്സിന്റെ അടുത്ത് സംസാരിക്കുക. നെക്സ്റ്റ്, ദ സീക്രട്ട് അല്ലെ. സീക്രട്ട് എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ? സീക്രട്ട് എന്ന് വെച്ചാൽ രഹസ്യം അല്ലെ. That night, Ivan was listening to the song of the nightingale. Now he could understand its meaning. Ivan spoke to the bird in its language. How did you learn our language? Flying towards him, the nightingale asked. Ivan told the whole story to the nightingale. I have a secret to tell you, the bird said. What is it? Ivan asked. The bird whispered the secret in Ivan's ears. Ivan, the merchant, called him. The nightingale flew away. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇവൻ വളരെ സന്തോഷത്തോടെ തിരിച്ച് നമ്മുടെ മെർച്ചന്റെ വീട്ടിലെത്തി.
അങ്ങനെ വീണ്ടും അടുത്ത ദിവസം രാത്രിയായി, നൈറ്റായി. നൈറ്റിൽ ആര് പാടാൻ തുടങ്ങി? ആരുടെ സോങ് കേട്ടു? നൈറ്റിംഗേലിന്റെ സോങ് കേട്ടു അല്ലെ? എന്നത്തെയും പോലെ തന്നെ നൈറ്റിംഗേൽ പാടി, അത് നമ്മുടെ ഇവാൻ കേട്ടു. പക്ഷെ ഇപ്പൊ എന്തറിയുന്നുണ്ട് നമ്മുടെ ഇവാന്? നൈറ്റിംഗേലിന്റെ പാട്ടിൽ മീനിങ് അറിയുന്നുണ്ട് അല്ലെ? മീനിങ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം എന്താ, അവനിപ്പോ ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയാം. അപ്പൊ നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞ നൈറ്റിംഗേല് വേഗം വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, അവിടെ വന്ന് ഇരുന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഞങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലായി? ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? ഞങ്ങളുടെ ഭാഷ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവൻ എന്താ പറയുന്നത്? ഇവൻ തോൽഡ്. അപ്പൊ ഈ നടന്ന കഥ മുഴുവൻ, അതായത് ഫോറസ്റ്റിൽ പോയതും ആ ബേർഡീസിനെ രക്ഷപ്പെടുത്തിയതും അതെല്ലാം നടന്ന സംഭവം മുഴുവൻ നൈറ്റിംഗേലിനോട് ഇവൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ നൈറ്റിംഗേൽ അപ്പൊ പറയാണ്, എനിക്ക് നിന്നോടൊരു സീക്രട്ട്, ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചു, എന്താ രഹസ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം ബേർഡ് എന്ത് ചെയ്തു? പതുക്കെ വളരെ സീക്രട്ട് ആയിട്ട് ഇവന്റെ ചെവിയിൽ നിന്ന് രഹസ്യമൊക്കെ പറയില്ലേ, ചെവിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? മെർച്ചന്റ് വിളിക്കുന്ന സൗണ്ട് കേട്ടത് അല്ലെ? ഇവാൻ എന്ന് പറഞ്ഞിട്ട് മെർച്ചന്റ് കോൾ ചെയ്യുന്ന സൗണ്ട് കേട്ടു. അത് കേട്ടതും നൈറ്റിംഗേൽ എന്ത് ചെയ്തു? പറന്നുപോയി. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, വാട്ട് കുൾ ബി ദി സീക്രട്ട് ടോൾഡ് ബൈ ദ നൈറ്റിംഗേൽ? എന്തായിരിക്കും, എന്ത് രഹസ്യമായിരിക്കും നൈറ്റിംഗേൽ ഇവാനോട് പറഞ്ഞിട്ടുണ്ടാവുക? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. എന്താണ് സ്ട്രേഞ്ച് പ്രഡിക്ഷൻ? അപ്പൊ എന്താണ്? Who were you talking to? The merchant asked. I was talking to the nightingale, Ivan replied. Talking to a nightingale? How can you do that? I have learned the language of birds. The merchant stared at Ivan in disbelief. What were you talking about? asked the merchant after a moment. Ivan was worried. He spoke in a broken voice. The nightingale said that I would become a king and you would become my servant. അപ്പൊ എന്താ സംഭവിച്ച? മർച്ചന്റ് പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ് അല്ലെ, നീ ആരോടാ സംസാരിക്കണതെന്ന് മർച്ചന്റ് ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഇവൻ സത്യസന്ധമായിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നൈറ്റിംഗേലിന്റെ അടുത്ത് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മർച്ചന്റ് എന്താ പറയണത്? മെർച്ചന്റിനെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെ? കാരണം എന്താ? നൈറ്റിംഗേൽ വന്നൊരു ബേർഡ് അല്ലേ? അപ്പൊ നമ്മുടെ മെർച്ചന്റ് വിശ്വസിച്ചില്ല. നൈറ്റിംഗേലിനോടാണോ സംസാരിക്കുന്നത്? അതെങ്ങനെ നടക്കും? അതെങ്ങനെ സംസാരിക്കാൻ പറ്റും ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവൻ പറഞ്ഞു, ഞാൻ ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മെർച്ചന്റിന് അതിൽ അത്ര വിശ്വാസമായില്ല. അപ്പൊ എന്താ ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾ സംസാരിച്ചത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് മെർച്ചന്റ് കുറച്ചു നേരം കുറച്ച് മൊമെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു. അപ്പൊ ഇവൻ ഭയങ്കര ടെൻഷനായി, വെറീഡായി. എന്നാലും ഇവൻ എന്ത് ചെയ്തു? സത്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പേടി കാരണം നമ്മൾ എന്ത് ചെയ്യണം? ബ്രോക്കൺ വോയിസിൽ നിർത്തിയിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞ രഹസ്യം എന്താന്ന് പറയുകയാണ്. നൈറ്റിംഗേൽ എന്ത് പറഞ്ഞു? ഞാൻ രാജാവാകും, ഞാൻ ഒരു നാള് രാജാവാകും. അപ്പോ എന്റെ സെർവന്റ്, അതായത് നമ്മുടെ മെർച്ചന്റ് ആയിരിക്കും എന്റെ സെർവന്റ്. യു വിൽ ബിക്കം മൈ സെർവന്റ്, നിങ്ങൾ എന്റെ സെർവന്റ് ആയിരിക്കും എന്ന് ആണ് നമ്മുടെ നൈറ്റിംഗേൽ പറഞ്ഞ സീക്രട്ട് എന്ന് നമ്മുടെ മെർച്ചന്റിനോട് ഇവാൻ പറയാണ് അല്ലെ? എന്താ സംഭവിക്കുക? എന്താണ് സീക്രട്ട്? നമ്മുടെ ഇവാൻ രാജാവാകുമ്പോൾ, കിങ് ആകുമ്പോൾ ഇവാന്റെ സെർവന്റ് ആയിട്ട് നമ്മുടെ മെർച്ചന്റ് ഇവാന്റെ സെർവന്റ് ആകും എന്നതാണ്. എന്താണ്? ഇവാൻ മെർച്ചന്റിന്റെ സെർവന്റ് അല്ല, ഇവാൻ രാജാവാകുമ്പോൾ മെർച്ചന്റ് ഇവാന്റെ സെർവന്റ് ആകും എന്നതാണ് നമ്മുടെ നൈറ്റിംഗേൽ പറഞ്ഞ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നൈറ്റിംഗേൽ പറഞ്ഞ രഹസ്യം, സീക്രട്ട്. ഓക്കെ, ഡു യു തിങ്ക് ദ മെർച്ചന്റ് വിൽ ലൈക്ക് വാട്ട് ദ ബേർഡ് സെഡ്? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മെർച്ചന്റ് വളരെ ഹാപ്പി ആവോ? ഈ ബേർഡിന്റെ പ്രഡിക്ഷൻ കേട്ടപ്പോൾ, നമ്മുടെ ഇവാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ മെർച്ചന്റ് ഹാപ്പി ആയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ? നോ. കാരണം എന്താണ്? നമ്മുടെ ഈ സെർവന്റ് രാജാവാകുമ്പോൾ ഈ സെർവന്റിന്റെ വേലക്കാരനാവും എന്നാണ്. വേലക്കാരനാവും എന്ന് അറിഞ്ഞ മെർച്ചന്റിന് വളരെ ഹാപ്പി ആവോ? ഒരിക്കലും ഇല്ല അല്ലെ? വളരെ ദേഷ്യം തോന്നും. വിൽ ദ മെർച്ചന്റ് ബി ആംഗ്രി? ദേഷ്യമാണ് തോന്നുക അല്ലെ? യെസ്, തീർച്ചയായിട്ടും ദേഷ്യം തോന്നും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ മെർച്ചന്റ് ചെയ്യാൻ പോകുന്നത്? വാട്ട് വിൽ ഹി ഡു? എന്ത് ചെയ്യും നെക്സ്റ്റ്? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഇൻ ടു ദ ഡീപ് സീ. The merchant was worried and remained sleepless for weeks. One night the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. He spread the white sails and pushed the boat into the open sea. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ മെർച്ചന്റ് ഭയങ്കര ക്രൂവലാണ് അല്ലെ? ക്രൂരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അയാൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഈ രഹസ്യം കേട്ടതും ഇവാൻ പറഞ്ഞത് കേട്ടതും മെർച്ചന്റിന് ഉറക്കമൊക്കെ പോയി. അങ്ങനെ കുറെ ദിവസങ്ങളോളം ഉറങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണല്ലോ. എന്ത് ചെയ്യും ആലോചിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മെർച്ചന്റ് എന്ത് തീരുമാനിക്കുകയാണ്? മെർച്ചന്റ് എന്ത് ചെയ്യാണ്? ഇവാന് എന്ത് ചെയ്യും? ഉറങ്ങാനുള്ള
ഒരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുക്കും. അത് കുടിച്ചതും എന്ത് ചെയ്യും? അത് കുടിച്ചത് നമ്മുടെ ഇവാൻ മയങ്ങിപ്പോവും അല്ലെ? ഡ്രൗസി എന്ന് വെച്ചാൽ മയങ്ങിപ്പോവുക, മയങ്ങും. അങ്ങനെ മയങ്ങിയ ഇവാൻ എന്ത് ചെയ്യാണ്? ഒരു ബോട്ടിൽ എടുത്തിട്ടിട്ട് മർച്ചന്റ് എന്ത് ചെയ്യും? ആ ബോട്ടിന് തള്ളിയിട്ട് കടലിലേക്ക് ഒഴുക്കി വിടുകയാണ്. അങ്ങനെ ആ കടലിൽ ആ ബോട്ട് ഇങ്ങനെ നീന്തി പോവുകയാണ്. വാട്ട് വുഡ് ഹാപ്പൻ ടു ഇവൻ? ഇവൻ എന്തായിരിക്കും സംഭവിക്കുക? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. അപ്പൊ നമ്മള് കൊറ്റീനെയൊക്കെ നമ്മള് ക്രെയിൻസ് എന്ന് പറയാ. For a long time, the boat moved about on the waves and finally hit a large ship. The crew on the ship saw Ivan and felt pity for him. They took him to the ship. Standing on the deck, Ivan looked at the sky. High, very high, up in the sky, Ivan saw some cranes. The cranes were predicting a storm. He said to the sailors, "Be careful. I heard the birds predicting a storm. Let us enter a harbor or we will be in danger." "You silly boy, keep quiet," the captain of the ship said. But Ivan requested him again and again. അപ്പൊ അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ബോട്ട് എന്താണ് ഈ വേവ്സിലൂടെ പതിയെ മൂവ് ചെയ്ത് അങ്ങനെ ഒഴുകി എന്ത് ചെയ്തു? ഒരു വലിയൊരു ഷിപ്പിൽ പോയിട്ട് ഇടിച്ചു നിൽക്കുകയാണ്. ഇടിച്ചു. അപ്പൊ അവിടെ ആ ഷിപ്പിലുള്ള ക്രൂ ആൾക്കാർ എന്ത് ചെയ്യാണ്? ഇവാനെ കണ്ടു. ഇവാനെ ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവര് എന്ത് ചെയ്തു? ഇവാനെയും ഷിപ്പിൽ കയറ്റി. അങ്ങനെ ഈ നമ്മുടെ ഇപ്പൊ ഇവൻ എവിടെയാണുള്ളത്? ഈ ഷിപ്പിലാണുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ഇവൻ ബോധമൊക്കെ വന്നു. ഇവൻ എന്ത് ചെയ്യാണ്? ആ നമ്മുടെ ഷിപ്പിന്റെ മേലെ, ഇതാണ് നമ്മുടെ ഡെക്ക് എന്ന് പറയുന്നത്. ഇവിടെ മേലെ കയറി നിന്ന് നോക്കുകയാണ്. അങ്ങനെ അപ്പൊ ഇവൻ എന്താ കാണുന്നത്? ആകാശത്ത് ഹൈറ്റിലായിട്ട് കുറെ ക്രെയിൻസ്, കൊറ്റികൾ ഇങ്ങനെ പറക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവൻ ശ്രദ്ധിച്ചു ക്രെയിൻസ് എന്താണ് പറയുന്നത്. ആ സൗണ്ട് ശ്രദ്ധിച്ചപ്പോ ഇവൻ എന്ത് മനസ്സിലായി? അവര് നമ്മൾ ഈ വരാൻ പോണ വലിയൊരു ചുഴലിക്കാറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാണ് എന്നവർ മനസ്സിലായി. വലിയൊരു സ്റ്റോം വരാൻ പോകുന്നുണ്ട് കടലിൽ നിന്ന് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നതാണെന്ന് ഇവാന് മനസ്സിലായി. അപ്പൊ വേഗം തന്നെ ഇവാൻ എന്ത് ചെയ്യണം? ആ കാര്യം ആ ബോട്ടിലുള്ള സെയിലേഴ്സിന്റെ അടുത്ത് പറയാണ്, വളരെ ശ്രദ്ധിക്കണം, ഞാൻ ഈ ബേർഡ്സ് സ്റ്റോം പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കേട്ടു, വേഗം തന്നെ നമ്മുടെ ബോട്ട് ഹാർബറിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. ഹാർബർ എന്ന് വെച്ചാൽ ബോട്ടുകൾ നിർത്തുന്ന സ്ഥലമാണ് ഹാർബറിൽ കൊണ്ടുപോകാൻ പറയാണ്, അതായത് കരയ്ക്ക് അടുപ്പിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് എന്ത് സംഭവിക്കും? വലിയൊരു ചുഴലിക്കാറ്റ് കടലിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടെല്ലാം മുങ്ങല, ഷിപ്പ് എത്ര വലിയ ഷിപ്പാണെങ്കിലും അത് കടലിൽ മറിഞ്ഞ് മുങ്ങിപ്പോവും അല്ലെ? അപ്പൊ ഭയങ്കര ഡേഞ്ചർ ആവുന്ന നമ്മുടെ ഇവാൻ പറയാണ്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ കേട്ടോ? ഇല്ല അല്ലെ? ക്യാപ്റ്റൻ പറയണ നീ മിണ്ടാണ്ടിരിക്കുക സില്ലി ബോയ് എന്ന് പറഞ്ഞിട്ട് അത് വളരെ ശ്രദ്ധിക്കാതെ കെയർ ചെയ്യാതെ വിടുകയാണ്, മിണ്ടാതിരിക്കാൻ പറയണം. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? വീണ്ടും നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, വേഗം തന്നെ ബോട്ട് ഹാർബറിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വൈ ഡിഡ്ന്റ് ദ ക്യാപ്റ്റൻ ലിസൺ ടു ഇവാൻസ് വേർഡ്സ്? എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇവാന്റെ വേർഡ്സ്, ഇവാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നതിന്റെ റീസൺ എന്താ? കാരണം ക്യാപ്റ്റന് ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയില്ല അല്ലെ? ബേർഡ്സ് പറയുന്നത് ഇവാൻ മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഇവാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നത്. അപ്പൊ ഈ വലിയ ചുഴലിക്കാറ്റ് വന്ന് നമ്മുടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. The storm. Okay, at last the captain steered the ship to the shore and anchored it. Within a short time, a storm broke out. Huge waves rose up to the sky. The wind roared. They saw huge waves breaking, many ships sailing in the sea. You saved our lives, the captain thanked Ivan. അപ്പൊ അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? ക്യാപ്റ്റൻ നമ്മുടെ ഇവാൻ ഒരുപാട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ക്യാപ്റ്റൻ സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ ഷിപ്പ് തിരിച്ച് എന്ത് ചെയ്തു? കരയിൽ തീരത്തോട്ട് അടുപ്പിച്ച് നമ്മുടെ ആങ്കോർഡ് എന്ന് വെച്ചാൽ നമ്മൾ അങ്കൂരം എന്നൊക്കെ പറയില്ലേ, അതിനെ പറയണതാണ്. അപ്പൊ കപ്പൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു, അവിടെ കരയ്ക്ക് അടുപ്പിച്ച് നിർത്തി. കുറച്ച് സമയത്തിനകം തന്നെ വലിയൊരു സ്റ്റോം വന്ന് വലിയ തിരമാലകളൊക്കെ പൊങ്ങി. കണ്ടില്ല? ഇതുപോലെ തിരമാലകളൊക്കെ പൊങ്ങി നമ്മള് കടലുണ്ടായിരുന്ന മറ്റു കപ്പലുകളൊക്കെ എന്ത് സംഭവിച്ചു? ബ്രേക്ക് ചെയ്ത് പൊട്ടിപ്പോയില്ലേ? പൊട്ടി നശിച്ച് നമ്മൾ കടലിലൊക്കെ ഒഴുകി നടക്കുന്നത് നമ്മള് ക്യാപ്റ്റൻ കാണുകയാണ്. അങ്ങനെ ഈ സ്റ്റോം ഒക്കെ അവസാനിച്ചു. അപ്പൊ നമ്മുടെ ഇവാനോട് ക്യാപ്റ്റൻ താങ്ക്സ് പറയാണ്, നീ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറയാണ്. Storm destroyed many ships sailing in the sea. How does a storm affect a shore? അപ്പൊ എന്താ സംഭവിക്കുക? സംടൈംസ് സ്റ്റോം വിൽ ക്രിയേറ്റ് സൈക്ലോൺസ്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ സ്റ്റോം വന്നിട്ട്. നെക്സ്റ്റ് എന്ത് സംഭവിക്കും? നോയ്സി ബേർഡ്സ്. ഓക്കെ, നോയ്സി വളരെയധികം ബഹളങ്ങൾ ഉണ്ടാക്കുന്നതിന് നോയ്സി പറയാ. The king of the country was very much annoyed. Many crows perched on the window, walls and roofs of the palace and even on the trees nearby. No one know how to get rid of them. Ivan went to the palace. Your Majesty, I will get rid of the crows, Ivan said. If you can do that, you can marry my daughter, the king said. Ivan asked the servant to open the windows. He listened to the crows for a while. Then he went to the king again.
അപ്പൊ എന്താ പറയണത്? അപ്പൊ നമ്മൾ അങ്ങനെ അവിടുത്തെ കടലിന്റെ കാര്യം കഴിഞ്ഞു. ഇവൻ എന്ത് ചെയ്തു? അവിടുത്തെ വേറൊരു സ്ഥലത്തെത്തി. അവിടെ ആ കൺട്രിയിലെ നമ്മുടെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ രാജാവ് വളരെയേറെ എന്താണ് വിഷമത്തിലാണ് അല്ലെ. എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്? കാരണം അവിടെ ക്രോസിന്റെ ശല്യം അല്ലെ, കാക്കകളുടെ ശല്യം കൂടുതലാണ്. കാക്കകളാണ് കൊട്ടാരത്തിന് ചുറ്റും ഫുള്ള് കാക്കകളാണ്. ജനലിലും വാൾസ്, റൂഫ്സ്, പാലസിന്റെ എല്ലായിടത്തും എന്താണ് ക്രോസിന്റെ ശല്യം കാരണം അവിടെ രാജാവും അതുപോലെ തന്നെ രാജ്യത്തുള്ള മറ്റുള്ളവരും വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ കാരണം ആർക്കും തന്നെ ഈ കാക്കകളെ ഓട്ടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ആർക്കും കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ആ പാലസിലെത്തി. എന്നിട്ട് രാജാവിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാം, ഈ കാക്കകളെല്ലാം ഇവിടെ നിന്ന് എന്താണ് ഓട്ടിക്കാം, അല്ലെങ്കിൽ ഈ കാക്കകളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരാം എന്ന് ഇവൻ പറയുകയാണ്. അപ്പൊ രാജാവ് പറയാണ്, നീ ഇത് ചെയ്താൽ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരാം, യു ക്യാൻ മാരി മൈ ഡോട്ടർ, എന്റെ മകളെ കല്യാണം കഴിച്ചു തരാം എന്ന് കിങ് പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇവൻ എന്ത് ചെയ്തു? അവിടെയുള്ള സെർവൻസിന്റെ അടുത്ത്, അപ്പൊ നമ്മൾ ഈ കാക്കകളുടെ ശല്യം കാരണം വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ വിൻഡോസ് ഓപ്പൺ ചെയ്ത് തരാൻ പറയാണ്. എന്നിട്ട് എന്ത് ചെയ്തപ്പോ നമ്മൾ സെർവൻസ് വിൻഡോസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവൻ നമ്മുടെ ക്രോസിന്റെ സൗണ്ട് ലിസൺ ചെയ്യാണ്. ഓക്കെ, ക്രോസിന്റെ സൗണ്ട് ലിസൺ ചെയ്തപ്പോൾ നമ്മുടെ ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയാലോ ഇവന്. അപ്പൊ ഇവൻ ലിസൺ ചെയ്തു, ക്രോസ് എന്താ പറയണതെന്ന് ഇവൻ മനസ്സിലാക്കിയ ശേഷം എഗൈൻ രാജാവിന്റെ അടുത്ത് തന്നെ വരികയാണ്. എന്നിട്ട് നമ്മുടെ ക്രോസ് എന്തൊക്കെയാണ്, കാക്കകൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് രാജാവിനോട് പറയുകയാണ്. ഓക്കെ, ഹൗ വിൽ ഇവൻ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്? ഇവൻ എങ്ങനെയായിരിക്കും ആ ക്രോസിനെ അവിടെ നിന്ന് ഓട്ടിക്കുക? എങ്ങനെയായിരിക്കും? ഇവൻ നോ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അല്ലെ, ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താ വേണ്ടത്, അവരുടെ പ്രശ്നം എന്താണെന്നത് മനസ്സിലാക്കിയിട്ട് അത് രാജാവിനോട് പറയും. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ക്രോസ് ഇവാനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഹോംലെസ് ബേർഡ്സ്. Ivan bowed before the king and said, "O Lord, the crows are homeless because your men are cutting down the trees they are living on. They want your man to stop doing it." The king ordered his man to stop cutting the trees. The crows flew away one after another and disappeared. The king got the princess married to Ivan. Thus Ivan became the king. He ruled the kingdom wisely. Birds always warned him about storms and disasters, and Ivan took immediate action to save his people. Long live King Ivan. People praised his wisdom. അങ്ങനെ എന്ത് ചെയ്തു? ഇവൻ നമ്മുടെ ക്രോസ് പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കി രാജാവിന്റെ അടുത്ത് വന്ന് പറയാണ്, എന്താണ് കാക്കകൾ ഇവിടെ വന്ന് കൊട്ടാരത്തിലുള്ളവരുടെ ശല്യം ചെയ്യാനുള്ള കാരണം പറയാണ്. കാരണം എന്താണ്? ഈ ക്രോസിനൊന്നും വീടില്ല അല്ലെ, ഹോംലെസ് ആണ്. എന്തുകൊണ്ടാണ് കാക്കകളുടെ വീടൊക്കെ അല്ലെങ്കിൽ ഷെൽട്ടർ ഒക്കെ എങ്ങനെ നശിച്ചുപോയി? കാരണം കൊട്ടാരത്തിൽ നിന്നുള്ള ആൾക്കാര് ട്രീസ് എല്ലാം കട്ട് ചെയ്യാണ്. അതായത് ട്രീസ് ആണ് അവരുടെ ഷെൽട്ടർ. അപ്പൊ അവരുടെ ഷെൽട്ടർ പോയത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് ട്രീസ് കട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഓർഡർ ചെയ്യണം എന്ന് നമ്മുടെ ഇവൻ നമ്മുടെ കിങ്ങിനോട് പറയുകയാണ്. അത് കേട്ടത് നമ്മുടെ കിങ് വേഗം തന്നെ ട്രീസ് കട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഓർഡർ കൊടുത്തു. ക്രോസ് എല്ലാം എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് അവിടുന്ന് പറന്നുപോയി. അപ്പൊ കിങ് എന്ത് ചെയ്തു? പറഞ്ഞ വാക്ക് പാലിച്ചു അല്ലെ. അവിടെ കിങ്ങിന്റെ മകളെ ഇവാന് മാരി ചെയ്ത് കൊടുത്തു, വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇവാൻ ആരായി? അവിടെ ആ കൺട്രിയിലെ കിങ് ആയി, രാജാവായി. നമ്മുടെ ഇവൻ വളരെ നന്നായി തന്നെ എന്ത് ചെയ്തു? രാജ്യം ഭരിച്ചു. എങ്ങനെയാണ്? ബേർഡ്സ് നിന്നും തന്നെ നമ്മുടെ ഇവാനെ വോൺ ചെയ്യും അല്ലെ. ബേർഡ്സ് പറയുന്നത് ശ്രദ്ധിക്കും. എന്തൊക്കെ? ഈ പറഞ്ഞ പോലെ വലിയ വലിയ ആപത്തുകൾ, നമ്മള് ദുരന്തങ്ങളൊക്കെ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരാൻ പോവുകയാണെങ്കിൽ അത് ബേർഡ്സ് പ്രെഡിക്റ്റ് ചെയ്യും. അത് ഇവൻ എന്ത് ചെയ്യും? ഇവൻ അറിയാലോ, ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് ഇവൻ ലിസൺ ചെയ്ത് വേണ്ട ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും. അവിടുത്തെ പ്രജകളെ രക്ഷിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ ഈ രാജാവിനെ, അതായത് നമ്മുടെ ഇവാന് വളരെയധികം ഇഷ്ടമായി. അങ്ങനെ ഇവൻ വളരെ നന്നായി തന്നെ ആ രാജ്യം ഭരിക്കാൻ തുടങ്ങി. What would happen if we cut down the tree? അപ്പൊ നമ്മൾ ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? It will cause deforestation and it will affect the lives of birds and other organism life. A new servant. Years passed. One day an old man came to Ivan's palace. Ivan ordered his guards to bring him inside. The old man in shabby clothes appeared before him. He was so tired. "Dear old man, what can I do for you?" Ivan asked. "Oh, your majesty, I lost my wife and all my wealth. I find no way to make a living. I am old and cannot work. Let me stay here and serve you," said the old man. Ivan appointed him as his servant. അങ്ങനെ ഒരു
പുതിയ സെർവന്റ് വരികയാണ് അല്ലെ, പുതിയ ജോലിക്കാരൻ വരികയാണ്. അങ്ങനെ നമ്മുടെ ഇവൻ വളരെ നന്നായി തന്നെ രാജ്യം ഭരിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പൊ ഒരു ദിവസം ഒരു വളരെ വയസ്സായിട്ട് ഒരു ഓൾഡ് മാൻ ഇവന്റെ പാലസിലേക്ക് വരികയാണ്. ആ ഓൾഡ് മാനെ കാണാൻ എങ്ങനെയാണ്, വളരെ എന്താ മുഷിഞ്ഞ ക്ലോത്ത്സ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ വളരെ ടയേർഡ് ആയിട്ടാണ് അയാളെ കാണാൻ നമ്മുടെ ഓൾഡ് മാൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഓൾഡ് മാൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് നമ്മുടെ ഇവൻ ചോദിക്കുകയാണ്, ഡിയർ ഓൾഡ് മാൻ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഇവൻ ഓർഡർ ചെയ്തപ്പോ നമ്മുടെ ഗാർഡ്സ്, അവിടെ കാവൽ നിൽക്കുന്ന ആൾക്കാര് ഈ ഓൾഡ് മാനെ അകത്തോട്ട് കയറ്റി വിട്ടു. അപ്പൊ ഇവൻ ചോദിക്കുകയാണ്, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന് ഇവൻ ചോദിക്കുകയാണ്. അപ്പൊ എന്താ നമ്മുടെ ഈ ഓൾഡ് മാൻ പറയണത് എന്താണ്, എനിക്ക് എന്റെ ഭാര്യ നഷ്ടമായി, എന്റെ സമ്പാദ്യം മുഴുവൻ, വെൽത്ത് പറഞ്ഞ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി. അപ്പൊ എനിക്ക് ജീവിക്കാൻ ഇപ്പൊ ഒരു മാർഗവും ഇല്ല. കാരണം എനിക്ക് നല്ല വയസ്സായി, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ ഈ കൊട്ടാരത്തിൽ, ഈ പാലസിൽ താമസിക്കാൻ അനുവദിക്കണം. ഞാൻ ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്ത് എന്താണ് രാജാവിനെ അങ്ങേയും പരിചരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാം എന്ന്, നിന്നോട്ടെ എന്ന് നമ്മുടെ ഓൾഡ് മാൻ ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, സമ്മതിച്ചു അല്ലെ. ഇവൻ നമ്മുടെ ഓൾഡ് മാനെ അവിടുത്തെ സെർവന്റ് ആയിട്ട്, കൊട്ടാരത്തിലെ ജോലിക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഹൗ വിൽ ദ ഓൾഡ് മാൻ സെർവ് ദ കിങ്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഓൾഡ് മാൻ നമ്മുടെ രാജാവിനെ പരിചരിക്കുക, അവിടെ ജോലികളൊക്കെ ചെയ്തിട്ട് അല്ലെ. The nightingale is back. One night Ivan was resting on his royal bed. He looked out of the window. A full moon was rising. Little stars were blinking to greet the moon. A soft wind carried the fragrance of wild flowers into the room. From the distant skies, Ivan heard the song of a nightingale. It's my nightingale. Ivan stood up and went to the window. Soon the nightingale came to him and sat on the window sill, and they spoke. They spoke for a long time. As you said, I became the king. But what happened to the merchant? Ivan asked. Oh, your majesty, he is in your palace and he is serving you. Saying this, the nightingale flew away and disappeared into the sky. Your majesty, supper is ready. Ivan looked at the old servant at his door. He could not believe his eyes. It was his old master. അപ്പൊ എന്താ സംഭവിച്ചത്, നമ്മുടെ ഒരു ദിവസം പതിവ് പോലെ തന്നെ രാജാവ് എന്ത് ചെയ്യണം, നമ്മുടെ ഇവൻ അദ്ദേഹത്തിന്റെ റൂമിൽ അല്ലെ, റോയൽ ബെഡ് എന്ന് വെച്ചാൽ രാജാവിന്റെ റൂമില് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് വിൻഡോയിലേക്ക് നോക്കുകയാണ്. വിൻഡോയിൽ നോക്കുമ്പോ അപ്പൊ അങ്ങനെ അവിടത്തെ എന്താണ് ഇവിടെ പറഞ്ഞില്ലേ ഫുൾ മൂണാണ്, അതുപോലെ തന്നെ ലിറ്റിൽ സ്റ്റാർസ് ഒക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിൻഡ് വരുന്നു. നല്ല ആ സോഫ്റ്റ് വിൻഡില് അതെന്താണ് നമ്മുടെ കാറ്റില് മണമൊക്കെ, പൂക്കളുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്നാണ് എന്ത് കാണുന്നത്, പെട്ടെന്ന് എന്ത് കേൾക്കുന്നത്, നമ്മുടെ നൈറ്റിംഗേലിന്റെ സോങ്ങിൽ, ദൂരത്ത് നിന്ന് നൈറ്റിംഗേലിന്റെ സോങ് കേൾക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഇവന് മനസ്സിലായി, ഇത് എന്റെ നൈറ്റിംഗേൽ, അന്ന് ചെറുപ്പത്തിൽ കണ്ട കേട്ട അതേ നൈറ്റിംഗേലാണെന്ന് ഇവന് മനസ്സിലായി. ഇവൻ വേഗം വിൻഡോ സൈഡിലേക്ക് പോവുകയാണ് അല്ലെ. പെട്ടെന്ന് തന്നെ നൈറ്റിംഗേലും വന്ന് വിൻഡോയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് കാരണം എന്താ, അവര് കണ്ടിട്ട് അവര് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പൊ നമ്മുടെ ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാജാവായി, പക്ഷെ ആ മെർച്ചന്റിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബേർഡ് എന്താ പറയണത്, അയാളും ആ മെർച്ചന്റും നമ്മുടെ പാലസിൽ തന്നെയാണ് ഉള്ളത്. അയാളാണ് രാജാവിനെ സെർവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അത് കേട്ടപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നൈറ്റിംഗേൽ പറന്നു പോവാണ്. ഓക്കെ, അപ്പോഴാണ് പെട്ടെന്നാണ് പിന്നിൽ നിന്ന് എന്ത് കേൾക്കുന്നത്, രാജാവിനെ വിളിച്ചിട്ട് സപ്പർ റെഡിയാണെന്ന് പറയുന്നത് അല്ലെ. യുവർ മജസ്റ്റി സപ്പർ ഇസ് റെഡി എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോ പുതിയതായി അപ്പോയിന്റ് ചെയ്ത ന്യൂ സെർവന്റ് ആണ് കേട്ടോ അത്. അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കണം. പെട്ടെന്നാണ് നമ്മുടെ ഇവൻ ശ്രദ്ധിച്ചു നോക്കുന്നത്, അത് ആരായിരുന്നു, നമ്മുടെ ആ ഓൾഡ് മാസ്റ്റർ ആയിരുന്നു ആ ന്യൂ സെർവന്റ്. പിന്നെ വന്നില്ലേ ഈ ന്യൂ സെർവന്റ്, ഇത് ആരാണ്, നമ്മുടെ ഇവാന്റെ മെർച്ചന്റ് ആയിരുന്നു. ആ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിച്ച് മെർച്ചന്റ് ആണ് നമ്മൾ പുതിയതായി വന്നിട്ടുള്ള ആ ന്യൂ സെർവന്റ്. അപ്പൊ അത് നമ്മുടെ ഇവാനെ ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലെ. നൈറ്റിംഗേൽ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഡിഡ് ഇവാൻ റിക്കഗ്നൈസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അപ്പൊ നമ്മുടെ ഓൾഡ് മാസ്റ്ററിനെ നമ്മുടെ ഇവാൻ റിക്കഗ്നൈസ് ചെയ്തോ, അതായത് ആദ്യം ചെയ്തില്ല അല്ലെ, പക്ഷെ പിന്നെ രണ്ടാമത് കണ്ടപ്പോ മനസ്സിലായി, ഇവൻ ഇപ്പൊ മനസ്സിലായി. വാട്ട് വുഡ് ഇവൻ സേ ടു ഹിസ് ഓൾഡ് മാസ്റ്റർ, എന്തായിരിക്കും ഓൾഡ് മാസ്റ്റർ സംസാരിച്ചിട്ടുണ്ടാവുക, തീർച്ചയായിട്ടും ഈ പറഞ്ഞ നടന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ഞാൻ ഇവാനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നമ്മുടെ ഓൾഡ് മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, അന്ന് പറഞ്ഞ നൈറ്റിംഗേൽ പറഞ്ഞ പോലെ നടന്നു എന്നൊക്കെ നമ്മുടെ ഇവാൻ പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ മർച്ചന്റ് നിന്നിട്ടുണ്ടാവും, മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അന്ന് ചെയ്തതിനൊക്കെ. ഇതാണ് ഓക്കെ. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ, നമ്മുടെ സ്റ്റോറി മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്